ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EMRS എക്സാമിനേഷന് അടുത്തു കഴിഞ്ഞു. എക്സാമിന് +1 +2 ടെക്സ്റ്റ് ബുക്കുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് +2ൻ്റെ 8ാമത്തെ പ്രമേയമാണ്. കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും, പെസൻസ്, ജമീന്ദാസ് ആൻഡ് സ്റ്റേറ്റ്. ഏകദേശം 16ഉം 17ഉം നൂറ്റാണ്ടുകളിലുള്ള സംഭവമാണ് നമ്മൾ നോക്കുന്നത്. 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 85% പേരും ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു? ഗ്രാമങ്ങളിലായിരുന്നു. കർഷകരും ഭൂവുടമകളായ വരേണ്യവർഗ്ഗക്കാരും കാർഷികോൽപാദനത്തിന് പങ്കെടുക്കുകയും ഉൽപ്പന്നത്തിൻ്റെ ഒരു ഭാഗത്തിന് മേൽ അവകാശം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവർക്കിടയിൽ സഹകരണത്തിൻ്റെയും മത്സരത്തിൻ്റെയും കലഹത്തിൻ്റെതുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാമീണ ബന്ധങ്ങളുടെ ആകെത്തുകയായിരുന്നു അന്നത്തെ ഗ്രാമങ്ങൾ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 85% ജീവിച്ചിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. അവിടെ കർഷകരും ഭൂവുടമകളും വരേണ്യവർഗ്ഗക്കാരും തമ്മിൽ നിരന്തരം കലഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കലഹങ്ങളും അവകാശം ഉന്നയിക്കലുമെല്ലാം അവിടെ ഒരു പുതിയ സാമൂഹിക ഘടന രൂപപ്പെടുത്തി. അതേസമയം തന്നെ ചില സാമൂഹിക ഘടകങ്ങളും ഗ്രാമീണ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഗൾ രാഷ്ട്രമാണ്. ബാഹ്യഘടകങ്ങൾ അതിനാകട്ടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ലഭിച്ചിട്ടുണ്ടായിരുന്നത് കാർഷിക ഉൽപ്പാദനത്തിൽ നിന്നായിരുന്നു. നികുതി കണക്കാക്കുന്നവരും നികുതി പിരിക്കുന്നവരും രേഖകളുടെ സൂക്ഷിപ്പുകാരുമായ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികൾ ഗ്രാമത്തിൽ എന്ത് ചെയ്തു? കാർഷിക ഉൽപ്പാദനം നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും രാഷ്ട്രത്തിന് കിട്ടേണ്ട തുക നികുതി കിട്ടുന്നുണ്ടെന്നും അത് ഉറപ്പുവരുത്താൻ വേണ്ടി സമൂഹത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല വിളകളും വിൽപ്പനയ്ക്കായിട്ടാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ വ്യാപാരവും പണവും, അതായത് അതിൽ തന്നെ വ്യാപാരവും പണവും കമ്പോളങ്ങളും ഗ്രാമീണ സമൂഹത്തിലേക്ക് കടന്നു വരികയും കാർഷിക മേഖലകളെ പട്ടണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാഹ്യ ഘടകമായിട്ടാണ് മുഗൾ രാഷ്ട്രം വളർന്നു വന്നത്. അതായത് പുറത്തുനിന്ന് വന്ന ബാബറിൻ്റെ പിൻഗാമികളാണ് മുഗളർ. ഇവിടെ ഒരു ഗ്രാമീണ ദൃശ്യം കാണിക്കുന്നുണ്ട്. 17ാം നൂറ്റാണ്ടിലെ മുഗൾ ചിത്രത്തിൽ നിന്നും എടുത്ത ഒരു ഗ്രാമീണ ദൃശ്യമാണത്. അപ്പോൾ നമുക്ക് ആ കാലത്തെ കാർഷിക പുരോഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർഷകരും കാർഷിക ഉൽപ്പാദനവും, പെസൻസ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കാർഷിക സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കർഷകർ വസിച്ചിരുന്ന ഗ്രാമങ്ങളായിരുന്നു. നിലമുഴുക, വിത്ത് വിതയ്ക്കുക, പാകമാകുമ്പോൾ വിളവെടുക്കുക തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കർഷകർ വ്യാപൃതരായതുകൊണ്ട് കാർഷികോൽപാദനം വർഷം മുഴുവൻ ഉണ്ടായിരുന്നു. കൂടാതെ പഞ്ചസാര, എണ്ണ തുടങ്ങിയ കൃഷിയിലധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലും അവരുടെ സേവനം നൽകിയിരുന്നു. എന്നാൽ ഗ്രാമീണ ഇന്ത്യയുടെ സവിശേഷത നോക്കുമ്പോൾ വ്യവസ്ഥാപിതമായൊരു കാർഷികോൽപാദന രീതി മാത്രമായിരുന്നില്ല. വ്യത്യസ്തമായ വരണ്ട ഭൂപ്രദേശങ്ങളും മലമ്പ്രദേശങ്ങളും പോലുള്ള പലതരത്തിലുള്ള ഭൂപ്രദേശങ്ങൾ, ഫലഭൂയിഷ്ഠമായ സമതല പ്രദേശങ്ങളെ പോലെ അവ ഒന്നും കൃഷിക്ക് ഉപയുക്തമായിരുന്നില്ല. കൂടാതെ ഭൂപ്രദേശത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം വനപ്രദേശങ്ങളായിരുന്നു. കാർഷിക സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തയാർന്ന ഈ ഒരു ഭൂപ്രകൃതിയെ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ നല്ല കാർഷിക സമ്പൽ സമൃദ്ധിയുള്ള പ്രദേശമായിരിക്കുമ്പോൾ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാത്ത ഒരു പ്രദേശവും കൂടി അന്ന് ഉണ്ടായിരുന്നു. ഇവർ പുതിയ പുതിയ സ്രോതസ്സുകൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. ലുക്കിംഗ് ഫോർ സോഴ്സസ്. ഗ്രാമസമൂഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നമുക്കുള്ള അറിവ് ഭൂമിയിൽ പണിയെടുക്കുന്നവരിൽ നിന്ന് ലഭിച്ചവയല്ല. കാരണം കർഷകർ തങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 16ാം നൂറ്റാണ്ടിലെയും 17ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെയും ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കുള്ള പ്രധാന സ്രോതസ്സ് മുഗൾ കൊട്ടാരത്തിൽ നിന്നും ലഭിച്ച ദിനവൃത്താന്തങ്ങളും രേഖകളുമാണ്. അപ്പോൾ ആ കാലത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടിയത്, കർഷകരെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത്, കർഷകർ ഒരിക്കലും എന്ത് എഴുതിയിരുന്നില്ല, അവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിനവൃത്താന്തങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്ബറുടെ ആസ്ഥാന ചരിത്രകാരനായിരുന്ന അബുൾ ഫസൽ രചിച്ച ഐൻ ഇ അക്ബരി
ഐൻ ഇ അക്ബരി എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ്, കൃഷി ഉറപ്പാക്കുന്നതിനും രാഷ്ട്രത്തിൻ്റെ ദൂതന്മാരെ ഉപയോഗിച്ച് നികുതി കുറവ് ഉറപ്പാക്കുന്നതിനും നികുതി പിരിക്കൽ ഉറപ്പാക്കുന്നതിനും ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളും അതുപോലെ ഗ്രാമപ്രമുഖരായിരുന്ന സെമീന്ദാർമാരും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രം കൊണ്ടുവന്നിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഐനി അക്ബറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെല്ലാം ഉള്ളത് കൃഷി ഉറപ്പാക്കുന്നതിനും രാഷ്ട്രത്തിൻ്റെ ദൂതന്മാരെ ഉപയോഗിച്ച് നികുതി പിരിവ് ഉറപ്പാക്കുന്നതിനും ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളും ഗ്രാമപ്രമുഖന്മാരായിരുന്ന സമീന്ദാർമാരും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നതിന് വേണ്ടി രാഷ്ട്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പം ശക്തമായിട്ടുള്ള ഒരു ഭരണവർഗം പ്രദാനം ചെയ്ത സാമൂഹിക മൈത്രി നിലനിന്നിരുന്ന അക്ബറുടെ സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു വീക്ഷണം അവതരിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ ഐനി അക്ബരിയുടെ രചയിതാവിൻ്റെ കാഴ്ചപ്പാടിൽ മുഗൾ ഭരണത്തിനെതിരെയുള്ള യാതൊരു കലാപമോ സ്വതന്ത്രാധികാരം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമോ അതൊക്കെ എന്തായിരുന്നു, തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഐനി അക്ബറിൽ നിന്നും നമ്മൾ കർഷകരെക്കുറിച്ച് മനസ്സിലാക്കുന്നതെല്ലാം തന്നെ ഉപരിവിഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാട് മാത്രമായിരുന്നു. അപ്പോൾ ഇത് രാജസദസ്സിലെ ചരിത്രകാരൻ എഴുതിയത് കൊണ്ട് തന്നെ അത് രാജാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല കർമ്മം എന്ന രീതിയിൽ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ അവിടെയുള്ള, അതായത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള എഴുത്തുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഭാഗ്യവശാൽ ഐനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ സാധൂകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് മുഗൾ തലസ്ഥാനത്ത് നിന്ന് നേരെ അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. 17ഉം 18ഉം നൂറ്റാണ്ടുകൾ മുതലുള്ള ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശദമായിട്ടുള്ള റവന്യൂ രേഖകൾ ഈ ഒരു വിവരങ്ങൾ നമുക്ക് നൽകുന്നതാണ്. 17ഉം 18ഉം നൂറ്റാണ്ടുകൾ മുതലുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകളൊക്കെ നോക്കുന്നത് ഐനി അക്ബറിൽ നിന്നുള്ള വിവരത്തെ സാധൂകരിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളരെ വിശദമായിട്ടുള്ള രേഖകൾ കിഴക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാർഷിക ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രയോജനകരമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മേൽപ്പറഞ്ഞ എല്ലാ സ്രോതസ്സുകളും കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്രോതസ്സുകൾ കർഷകർക്ക് രാഷ്ട്രത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ധാരണകളെക്കുറിച്ചും രാഷ്ട്രത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന സാമാന്യ രീതികളെക്കുറിച്ചും ഉൾക്കാഴ്ച നൽകുന്ന തരത്തിലുള്ളതായിരുന്നു. ഇനി കർഷകരും അവരുടെ ഭൂമിയും, പെസൻസ് ആർ ദർ ലാൻഡ്സ്. മുഗൾ കാലഘട്ടത്തിലെ ഇൻഡോ പേർഷ്യൻ സ്രോതസ്സുകളിൽ ഒരു കർഷകനെ സൂചിപ്പിക്കുവാൻ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരുന്ന പദമാണ് റയട്ട്. അതിൻ്റെ ബഹുവചനമാണ് റിയ അഥവാ മുസാരിയൻ. ഇതുകൂടാതെ കിസാൻ അഥവാ ആസാമി. ഈ പദങ്ങളൊക്കെ കർഷകരെ സൂചിപ്പിക്കാനുള്ള പദങ്ങളാണ്. ഏതൊക്കെയാണ് പദങ്ങൾ? റയട്ട്, റയ, കിസാൻ, മുസാരിയൻ, ആസാമി. ഓക്കെ. 17ആം നൂറ്റാണ്ടിലെ സ്രോതസ്സുകൾ 2 തരം കർഷകരെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഖുദ് കഷ്ത ആൻഡ് പാഹി കഷ്ത. ഖുദ് കഷ്ത ആൻഡ് പാഹി കഷ്ത. ഇതിൽ ഒന്നാമത്തേത് ഏതാണ്? തങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുള്ള ഗ്രാമത്തിലെ സ്ഥിരവാസക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ഖുദ് കഷ്ത എന്ന് പറയുക. എന്നാൽ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അത് ഗ്രാമത്തിൽ കരാറടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരും എന്നാൽ അവിടുത്തെ സ്ഥിരതാമസക്കാരല്ലാത്തവരുമാണ് ഇത് പാഹി കഷ്ത. ഇനി മറ്റേതോ ഗ്രാമത്തിൽ നിന്നുള്ളവരും ഇതിൽ പെടും. ജനങ്ങൾ സ്വന്തം താല്പര്യപ്രകാരമോ അതുപോലെ തന്നെ നിർബന്ധ സാഹചര്യത്തിലോ ക്ഷാമത്തെ തുടർന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ എത്തിപ്പെട്ടാൽ അവരും എന്ത് ചെയ്യും? അവരും പാഹി കഷ്ടകളായി മാറും. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഉത്തരേന്ത്യയിലെ ഒരു ശരാശരി കർഷകന് വിരളമായി മാത്രമേ ഒരു ജോഡിയിലധികം കാളകളും 2 കലപ്പകളും ഉണ്ടായിരുന്നുള്ളൂ. മിക്കപ്പോഴും ഇത് എത്രയും പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത, 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന കർഷകനെ ധനികനായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ബംഗാളിലാണെങ്കിൽ ഒരു ശരാശരി കർഷകൻ്റെ പരമാവധി പരിധി എന്ന് പറഞ്ഞാൽ 5 ഏക്കറായിരുന്നു.
10 ഏക്കറുള്ള ആളെ ധനികനായി ആസാമിൽ കണക്കാക്കി. അപ്പോൾ ഗുജറാത്തിൽ 6 ഏക്കറുള്ള ആൾ ധനികനാണെങ്കിൽ ബംഗാളിൽ 5 ഏക്കറുള്ള ആൾ ധനികനാണ്. എന്നാൽ ആസാമിൽ 10 ഏക്കറുള്ള ആളും ധനികനാണ്. അപ്പോൾ വ്യക്തിഗത ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അക്കാലത്ത് കൃഷി നടന്നിട്ടുണ്ടായിരുന്നത്. മറ്റ് ഭൂസ്വത്തുള്ളവരുടെ ഭൂമിയെ പോലെ തന്നെ കർഷകരുടെ കൃഷിഭൂമിയും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സൈഡിൽ നമ്മൾ കർഷകരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നോക്കാം. കാർഷിക സമൂഹത്തിൻ്റെ ഈ സവിശേഷതയാണ് കുശാഗ്ര നിരീക്ഷകനായിരുന്ന ആദ്യ മുഗൾ ചക്രവർത്തിയായ ബാബറിനെ കൊണ്ട് തൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. അതായത് ആ കാലത്തെ നമ്മുടെ കാർഷിക വൃത്തിയുടെ അഭിവൃദ്ധി കണ്ടുകൊണ്ടാണ് ബാബർ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ബാബർനാമയിൽ എഴുതിയത് എന്താണ്? ഹിന്ദുസ്ഥാനിൽ കുഗ്രാമങ്ങളും ഗ്രാമങ്ങളും നിശ്ചയമായും പട്ടണങ്ങളും ഒരു നിമിഷം കൊണ്ട് ജനശൂന്യമാക്കപ്പെടുകയോ സജ്ജമാക്കപ്പെടുകയോ ചെയ്യപ്പെടുന്നു. വർഷങ്ങളായി അധിവസിച്ചു വരുന്ന വലിയ പട്ടണങ്ങളിലെ ജനങ്ങൾ പോലും പലായനം ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടേതായ ഒരു അടയാളവും 1.5 ദിവസത്തേക്ക് പോലും അവിടെ അവശേഷിപ്പിക്കാത്ത രീതിയിലാണ് അവരത് ചെയ്തിരുന്നത്. നേരെ മറിച്ച് അവർ ഒരു സ്ഥലത്ത് അധിവാസമുറപ്പിക്കാനായി നോട്ടമിട്ട് കഴിഞ്ഞാൽ അവർക്ക് നീർച്ചാലുകൾ പോലും കീറേണ്ടി വരില്ല. കാരണം അവരുടെ വിളകളെല്ലാം മഴയെ ആശ്രയിച്ചുള്ളതാണ്. കൂടാതെ ഹിന്ദുസ്ഥാനിലെ ജനസംഖ്യ അളവറ്റതാകിയാൽ തേനീച്ചക്കൂട്ടം പോലെയാണ് അവരെത്തുന്നത്. അവർ ഒരു സംഭരണിയോ കിണറോ നിർമ്മിക്കുന്നു. അവർക്ക് വീടുകൾ നിർമ്മിക്കുകയോ മതിലുകൾ കെട്ടുകയോ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. ഏഴിപ്പുല്ല് സുലഭമായിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ അസംഖ്യമാണ്. കുടിലുകൾ നിർമ്മിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഗ്രാമമോ പട്ടണമോ ഉണ്ടായിത്തീരുന്നു. അക്കാലത്തെ സമൃദ്ധിയെക്കുറിച്ചാണ് ബാബർനാമയിൽ ബാബർ എഴുതിയിട്ടുള്ളത്. ഡൽഹി ആഗ്ര പ്രദേശങ്ങളിലെ 19-ാം നൂറ്റാണ്ടിലെ കൃഷിഭൂമിയെ സംബന്ധിച്ചുള്ള വിവരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കൃഷി ചെയ്തിരുന്ന കർഷകർ ആസാമിലെ കർഷകർ നിലമുഴുമ്പോൾ തിരിച്ചറിയുന്നതിനും അതിർത്തി നിർണ്ണയിക്കുന്നതിനുമായി ഓരോ വയലിൻ്റെയും പരിധി നിശ്ചയിക്കും. അവർ മണ്ണ് വെട്ടിയുയർത്തി ഇഷ്ടികയും മുൾച്ചെടിയും ഉപയോഗിച്ച് അതിർത്തി തിരിച്ചിട്ടുണ്ടായിരുന്നാൽ ഒരു ഗ്രാമത്തിൽ തന്നെ അത്തരത്തിലുള്ള ആയിരക്കണക്കിന് വയലുകളുടെ എണ്ണമെടുക്കാൻ കഴിയുമായിരുന്നു. ഇനി ജലസേചനവും സാങ്കേതിക വിദ്യയും, ഇറിഗേഷൻ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഭൂമിയുടെ ധാരാളിത്തം, തൊഴിലാളികളുടെ ലഭ്യത, കർഷകരുടെ ചലനക്ഷമത എന്നീ 3 ഘടകങ്ങളാണ് കൃഷിയുടെ തുടർച്ചയായ വ്യാപാരത്തിന് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂമിയുടെ ധാരാളിത്തം, തൊഴിലാളികളുടെ ലഭ്യത, കർഷകരുടെ ചലനക്ഷമത. അപ്പോൾ കൃഷിയുടെ പ്രാഥമിക ഉദ്ദേശം ജനതയെ തീറ്റിപ്പോറ്റുക എന്നതായതുകൊണ്ട് അടിസ്ഥാന ഭക്ഷ്യധാന്യങ്ങളായിട്ടുള്ള അരി, ഗോതമ്പ്, ചോളം എന്നിവയായിരുന്നു കൂടുതൽ ആവർത്തിച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അരി, ഗോതമ്പ്, ചോളം. വർഷത്തിൽ 40 ഇഞ്ചോ കൂടുതലോ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നെൽകൃഷി ഉണ്ടായിരുന്നത്. അപ്പോൾ വർഷപാതത്തിൻ്റെ തോത് കുറയുന്നതിനനുസരിച്ച് തന്നെ അവിടങ്ങളിൽ എന്തുണ്ടായി? ചോളം, ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ പോലെ തന്നെ അന്നും ഇന്ത്യയിൽ കൃഷിയുടെ നട്ടെൽ കാലവർഷം തന്നെയായിരുന്നു. എന്നാൽ ചില വിളകൾക്ക് അധികം ജലം ആവശ്യമായിരുന്നു. ഇതിനായി കൃത്രിമ ജലസേചന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇനി പ്രധാനമായിട്ടും അക്കാലത്തെ വൃക്ഷങ്ങളും പാടങ്ങളും നനയ്ക്കുന്ന ഇറിഗേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ബാബർ വടക്കേ ഇന്ത്യയിൽ താൻ നിരീക്ഷിച്ച ജലസേചനോപാധികൾക്ക് ബാബർനാമയിൽ വിവരിക്കുന്ന ഒരു ഭാഗമാണിത്. ഹിന്ദുസ്ഥാൻ രാജ്യത്തിൻ്റെ സിംഹഭാഗവും നിരപ്പായ പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ധാരാളം പട്ടണങ്ങളും കൃഷികളും ഭൂമികളും ഉണ്ടെങ്കിലും അവിടെയൊന്നും ജലപ്രവാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഫലോദ്യാനങ്ങളും വിളകളും കൃഷികളും ഒക്കെ ചെയ്യുന്നതിന് ജലം ഒരു അനിവാര്യമായ കാര്യമേ ആയിരുന്നില്ല. ശരത്കാല വിളകൾ വർഷപാതം കൊണ്ട് തന്നെ വളരുന്നു. വസന്തകാല വിളകൾ അത്ഭുതമെന്ന് പറയട്ടെ മഴയില്ലാതെയും വളരുന്നു. എന്നിരുന്നാലും ചില വൃക്ഷങ്ങൾക്ക് തൊട്ടികൾ ഉപയോഗിച്ച് അതുപോലെ ജലചക്രം ഉപയോഗിച്ചൊക്കെ ജലമൊഴുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ലാഹോറിലും ദിബാൽപൂരിലും രണ്ടും ഇന്നത്തെ പാകിസ്ഥാനുള്ള പ്രദേശങ്ങളാണ്. ലാഹോറും ദിബാൽപൂരും ഇന്ന് എവിടെയാണ്? പാകിസ്ഥാനിൽ. ലാഹോർ ആൻഡ് ദിബാൽപൂർ ഇൻ പാകിസ്ഥാൻ. അത്തരത്തിലുള്ള മറ്റു ഭാഗങ്ങളിലും ജനങ്ങൾ ജലചക്രം ഉപയോഗിച്ച് ജലസേവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കിണറ്റിൻ്റെ ആഴത്തിനടിയിലെത്തുന്ന കയറിൻ്റെ 2 വലയങ്ങൾ ഉണ്ടാക്കുന്നു. അവയ്ക്കിടയിൽ തടിക്കഷ്ണങ്ങൾ ഉറപ്പിക്കുന്നു.
ഇതിൽ കുടകൾ ഉറപ്പിച്ച് നിർത്തുന്നു. എന്നിട്ട് ഈ കയറും അതിലുറപ്പിച്ച തടിക്കഷ്ണങ്ങളും കുടവും ചേർത്ത് ചക്രത്തിന് മുകളിലൂടെ നടക്കുന്നു. അപ്പോൾ ചക്രത്തിൻ്റെ അച്ചാണിയുടെ അല്ലെങ്കിൽ അതിന് അക്ഷദണ്ഡിൻ്റെ ഒരറ്റത്ത് മാത്രം ചക്രം കൂട്ടിപ്പിടിക്കും. അപ്പോൾ അതിനടുത്തുള്ള ലംബമാനത്തിൻ്റെ അച്ചാണിയിൽ മറ്റൊരു ചക്രം ഘടിപ്പിക്കും. അങ്ങനെ അവസാനത്തെ ചക്രം തിരിയുന്നത് കാളയാണ്. അതിൻ്റെ പല്ലുകൾ രണ്ടാമത്തെ ചക്രത്തിൻ്റെ പല്ലുമായി ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കുടങ്ങളുള്ള ചക്രവും ഒപ്പം കറങ്ങും. അങ്ങനെ കുടങ്ങളിൽ നിന്നുള്ള വെള്ളം വന്നു വീഴുന്നത് ഒരു വെള്ളത്തൊട്ടി സ്ഥാപിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും എല്ലായിടത്തേക്കും വെള്ളം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആഗ്ര, ചാന്ദ്വാർ, ബയാന, അതായത് ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഉത്തർപ്രദേശിലുള്ള പ്രദേശങ്ങളാണ് ഇത് ആഗ്ര, ചാന്ദ്വാർ, ബയാന. അപ്പം ഇന്നത്തെ പാകിസ്ഥാനിലുള്ള 2 പ്രദേശങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു 2 പ്രദേശങ്ങൾ? ഇന്നത്തെ പാകിസ്ഥാനിലുള്ള 2 പ്രദേശങ്ങൾ ലാഹോർ, ദിബാൽപൂർ പാകിസ്ഥാൻ, ആഗ്ര, ചാന്ദ്വാർ, ബയാന ഉത്തർപ്രദേശ്. ഇനി ഇവിടെ പറയാനുള്ളത് ആഗ്ര, ചാന്ദ്വാർ, ബയാന എന്നീ ഭാഗങ്ങളിൽ തൊട്ടി ഉപയോഗിച്ചിട്ടാണ് ജലസേന നടത്തിയത്. അപ്പോൾ കിണറിനകലിൽ അവർ 2 തൊട്ടികൾ ഗൊണ്ണച്ചിലം പോലെ കെട്ടിവച്ച് അതിനിടയിൽ കപ്പി ഉറപ്പിച്ച് വലിയ തൊട്ടികൾ കയർ കപ്പിയിൽ കൂടിയിട്ട് കപ്പീൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കയറിൻ്റെ മറ്റേ അഗ്രം കാളയുടെ കഴുത്തിൽ കെട്ടുന്നു. ഒരാൾ കാളയെ ഓടിക്കുകയും അടുത്തയാൾ തൊട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ജലസേചന പദ്ധതികൾക്ക് രാഷ്ട്രത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രം മുൻകൈയെടുത്ത് പുതിയ കനാലുകൾ, നഹർ, നള എന്നീ കനാലുകൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഷാജഹാൻ്റെ ഭരണകാലത്ത് പഞ്ചാബിലെ ഷംനാഹർ പോലുള്ള പഴയ കനാലുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പം നഹർ, നള കനാലുകൾ ഉണ്ടായിരുന്നു. ഇനി കൃഷി എന്നത് തൊഴിലധിഷ്ഠിതമായിരുന്നെങ്കിലും കർഷകർ കന്നുകാലികളുടെ ഊർജ്ജത്തെ ചില സാങ്കേതിക വിദ്യകളുമായി കൂട്ടിയിണക്കി ഭാരം കുറഞ്ഞതും ഒരു ഇരുമ്പ് മുനയോ കൊഴുവോ എളുപ്പം ബന്ധിപ്പിക്കാൻ കഴിയുന്നതുമായ മരക്കലപ്പ ഇതിനൊരു ഉദാഹരണമായിരുന്നു. അതിനാൽ തന്നെ അവയ്ക്ക് ആഴത്തിൽ ഉഴവുചാലുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കടുത്ത വേനൽ മാസങ്ങളിലും ഈർപ്പം നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജോഡി കാളകൾ വലിക്കുന്ന ഒരു ഡ്രിൽ യന്ത്രം വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണം ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കും. എന്നാൽ 4 ചുറ്റും വിത്ത് വിതയ്ക്കുന്ന രീതിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ്, തടിപ്പിടിയിട്ട വില കൂടിയ ഇരുമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് അതിനെ കിളയ്ക്കുകയും കള പറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ ഷാജഹാൻ്റെ ഭരണകാലത്ത് പഞ്ചാബിൽ നിർമ്മിച്ച കനാല് ഏതാണ്? ഷംനാഹർ കനാല്. കനാലിന് പറയുന്ന പേര് നഹർ നള. അതാണ് ഷംനാഹർ. ഷാജഹാൻ്റെ കാലത്ത് ഷംനാഹർ, നഹർ നള. ഇനി ഇവിടെ നമ്മുടെ ടുബാക്കോയുടെ അല്ലെങ്കിൽ പുകയിലയുടെ വ്യാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പുകയില ആദ്യം ഡെക്കാനിലാണ് എത്തിച്ചേർന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ അത് ഉത്തരേന്ത്യയിലേക്ക് വന്നു. ഉത്തരേന്ത്യയിലെ വിളവുകളുടെ പട്ടികയിൽ പുകയിലയുടെ പേര് പറയുന്നില്ല. 1604 അക്ബറും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരും പുകയിലയെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ സമയത്തോടുകൂടി പുകയില അല്ലെങ്കിൽ പുകവലി ഹുക്കകളിലും പൈപ്പുകളിലും ഒക്കെ വൻതോതിൽ പ്രചരിച്ചു. ഇതിൻ്റെ ആസക്തിയെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ ജഹാംഗീർ ഇത് നിരോധിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായും നിഷ്ഫലമായിരുന്നു. കാരണം 17-ാം നൂറ്റാണ്ട് അന്ത്യത്തോടെ പുകയില ഉപയോഗത്തിൻ്റെയും കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും ഒരു പ്രധാന ഇനമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഹാംഗീറാണ് എന്ത് ചെയ്തു, അത് നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വിളകളുടെ സമൃദ്ധി ആൻഡ് അബണ്ടൻസ് ഓഫ് ക്രോപ്സ്. ഖാരിഫ് ശരത്കാല വിളയാണിത്. ഖാരിഫ്, ശരത് ഖാരി ശരത്, റാബി വസന്തം വസന്തകാലം. കൂടുതൽ വരണ്ട തീർത്തും യോജ്യമല്ലാത്ത പ്രദേശങ്ങളൊഴിച്ച്
എല്ലാ പ്രദേശങ്ങളിലും ഒരു വർഷം കുറഞ്ഞത് 2 വിളയെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡു ഫസ്ല 2 വിള ഉൽപ്പാദിപ്പിക്കുന്നതിന് പറഞ്ഞെന്തായിരുന്നു? ഡു ഫസ്ല. അതിൽ തന്നെ മഴയിലൂടെയോ ജലസേചനത്തിലൂടെയോ തുടർച്ചയായി അതായത് വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് 3 വിളകൾ പോലും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യം ഡു ഫസ്ല 3 വിളകൾ കൃഷി ചെയ്ത സ്ഥലമുണ്ട്, അതായത് ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത്. ഉദാഹരണത്തിന് ഐനി അക്ബരി നമ്മളോട് പറയുന്നത് പോലെ മുഗൾ പ്രവിശ്യകളായ ആഗ്രയിൽ 39 തരത്തിലുള്ള വിളകളും ഡൽഹിയിൽ 43 തരത്തിൽ പരം വിളകളും ഇരുകാലങ്ങളിലായി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ നെല്ല് മാത്രം 50 തരത്തിലുള്ളവ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി. ഇനി ഇങ്ങനെയൊക്കെ ആയിരുന്നാലും അടിസ്ഥാന വിളകളുടെ കൃഷിക്ക് നൽകിയിരുന്ന ഊന്നൽ മധ്യകാല ഇന്ത്യയിൽ കൃഷിയുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമായിരുന്നുവെന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്രോതസ്സുകളിൽ ജീൻസ് ഇ കാമിൽ സമ്പൂർണ്ണ വിളകൾ എന്ന പദം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കുന്ന ഇത്തരം വിളകളെയാണ് സമ്പൂർണ്ണ വിളകൾ എന്ന് പറഞ്ഞാൽ. ഏറ്റവും മികച്ച സമ്പൂർണ്ണ വിളകൾ ആയിരുന്നു പരുത്തിയും കരിമ്പും. മധ്യ ഇന്ത്യയിലെ ഡക്കാൻ പീഠഭൂമിയുമായി വ്യാപിച്ചു കിടന്ന വിശാലമായ ഒരു ഭൂപ്രദേശത്ത് പരുത്തി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.